ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റിവഞ്ച് ലവിൻ്റെ 18ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് വാങ്ങാണെങ്കിൽ അവൻ്റെ കയ്യിലുള്ളൊരു കുഞ്ഞി പാമ്പ്. ആ പാമ്പിനെ എടുത്തു വെച്ചുകൊണ്ട് നിന്നെ കാണാൻ ഭയങ്കര ക്യൂട്ടാണല്ലോ, നിനക്ക് വിശക്കുന്നുണ്ടോ, നീ എന്തെങ്കിലും പറയുന്നതെന്ന് മറുപടി തരാത്ത, എന്താ എന്നെ അവോയ്ഡ് ചെയ്യുന്നത് എന്നിങ്ങനെ അതിനെയും കളിപ്പിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ ചേട്ടൻ വീട്ടിലേക്ക് വരുന്നത്. വന്നോടനെ തന്നെ അവൻ ചേട്ടൻ്റെ അടുത്ത്, നീയാണെങ്കിൽ എവിടെ പോയിരുന്നതാ, എന്താ ഇത്ര ലേറ്റ് ആയത്? അന്ന് ഞാൻ ചെങ്ങിൻ്റെ അടുത്ത് നീയും ശീശിയങ്ങും ഇവിടെ ഒരുമിച്ച് ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യുന്നെന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷം പിന്നെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ കണ്ടതേ ഇല്ലല്ലോ. നിങ്ങളെന്താ പുറത്ത് പോയിട്ട് സീക്രട്ടായിട്ട് എങ്ങാനും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അതിനൊന്നും തന്നെ അവൻ്റെ ചേട്ടൻ മറുപടി എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വാങ്ങ് ചേട്ടൻ്റെ അടുത്തേക്ക് പോയിട്ട്, നീ എന്താ ഇങ്ങനെ, ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? ശീശിയങ്ങാണെങ്കിൽ എൻ്റെ ശത്രുവാണെന്നുള്ള കാര്യം നിനക്ക് അറിയാമെന്നുള്ളതല്ലേ, പിന്നെ നീ എന്തിനാണ് അവനെ സപ്പോർട്ട് ചെയ്യുന്നത്, അവൻ പുറത്തുനിന്നൊന്നും ഒരുത്തനല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ചേട്ടൻ മൈൻഡ് ചെയ്യാതെ നടന്നു പോവാണ്. വാങ്ങപ്പോൾ, ഇനി ഞാനാണ് പുറത്തുനിന്ന് വന്ന ആളെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? സത്യമായിട്ടും ഞാനിതെല്ലാം തന്നെ അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയം അവൻ്റെ ചേട്ടനാണെങ്കിൽ ഒരു ടേപ്പ് എടുത്ത് അവൻ്റെ വായിൽ ഒട്ടിച്ചു വെച്ചിട്ട് അങ്ങ് പോവുകയാണ്. അവനതെല്ലാം അഴിച്ചു കളഞ്ഞിട്ട്, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല, ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ചേട്ടൻ്റെ ആ ഒരു ബോക്സിങ്ങിന് ഉപയോഗിക്കുന്ന സംഭവങ്ങളും അവിടുത്തെ ഷെൽഫും എല്ലാം വലിച്ചു കയറ്റി അവൻ താഴേക്ക് ഇടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ശീശുവങ്ങും ചെങ്ങും ഒരുമിച്ച് റൂമിൽ ഇരിക്കുന്നതാണ്. ആ സമയം നമ്മുടെ ചെങ്ങിൻ്റെ കയ്യിൽ അവൻ്റെ പാമ്പുണ്ടായിരുന്നു. ശീശുവങ്ങ് അതിനടുത്തേക്ക് വിളിക്കുന്നുണ്ട്, എന്നാൽ അത് പോകുന്നില്ല. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ശീശുവങ്ങാണെങ്കിൽ ഓഫീസിൽ ചെല്ലുമ്പോഴത്തേക്കും വാങ് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. വാങ് ശീശുവങ്ങിൻ്റെ കസേര കയറി ഇരുന്നിട്ട് ഓരോ ഫയലൊക്കെ എടുത്ത് തുറന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശീശുവങ്ങ് അവനെ കണ്ടിട്ട്, നീ എന്താ ഇവിടെ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ വാങ്ങാണെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് ഞാൻ നിന്നെ കാണാൻ വന്നതാ എന്ന് പറയുന്നുണ്ട്. ശീശുവങ്ങ് അപ്പോൾ വാങ് വലിച്ചു വാരിയിട്ട ഫയലെല്ലാം തിരിച്ചെടുത്ത് വെച്ചിട്ട് എന്നെ ശല്യം ചെയ്യാതിരുന്നാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം വാങ്ങാണെങ്കിൽ നീ എൻ്റെ ചേട്ടനും ഒരുമിച്ച് ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്തത് ചെങ്ങ് അറിഞ്ഞില്ലേ, അതിൻ്റെ പേരിൽ നിൻ്റെ അടുത്ത് അവൻ ദേഷ്യപ്പെട്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ശീശുവങ്ങാണെങ്കിൽ ആ ശരിക്കും ദേഷ്യപ്പെട്ടു, കാരണം അവനാണെങ്കിൽ എന്നെക്കുറിച്ച് ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ട് എന്ന് പറയാണ്. അതേക്കുമ്പോഴത്തേക്ക് വാങ്ങിന് ദേഷ്യം വന്നിട്ട്, അതൊന്ന് നീ പറഞ്ഞു തരാൻ നിൽക്കണ്ട, അവൻ്റെ സ്വഭാവം നിന്നെക്കാൾ നന്നായിട്ട് എനിക്കറിയാം, പിന്നെ അവൻ്റെ അടുത്ത് എന്നെ ഇഷ്ടമല്ല എന്ന് എൻ്റെ മുഖത്ത് നോക്കി പറയാനായിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞു, പക്ഷേ അവനാണെങ്കിൽ അതിന് പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ശീശുവങ്ങിന് സങ്കടവും ദേഷ്യമൊക്കെ വരുന്നുണ്ട്. എന്നാൽ വാങ്ങിന് അത് കണ്ടു കഴിഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെന്ന് മനസ്സിലായിട്ട് ശീശുവങ്ങ് അതൊന്നും പുറത്ത് കാണിക്കാതെ, അത് പിന്നെ അവൻ എങ്ങനെ പറയും, ഒത്തിരി വർഷം സിൻസിയറായിട്ട് സ്നേഹിച്ചതല്ലേ, അപ്പോൾ പിന്നെ അവനത് പറയാൻ പറ്റില്ല, എനിക്കായാൽ പോലും പറയാൻ പറ്റില്ല, പിന്നെ നീയല്ലേ അവൻ ഇട്ടിട്ട് പോയത്, അതുകൊണ്ട് നീയാണെങ്കിൽ കൂടുതൽ ഡയലോഗ് അടിക്കണ്ടെന്ന് പറയുന്നുണ്ട്. വാങ്ങാ സമയം എങ്കിൽ പിന്നെ ഞാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ശീശുവങ്ങിന് ഓൾറെഡി തന്നെ തൻ്റെ യുയിയുടെയും കാര്യം വാങ്ങിന് അറിയാം എന്നിങ്ങനെ അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീയാണെങ്കിൽ എൻ്റെ യുയിയുടെയും കാര്യം നേരത്തെ മനസ്സിലാക്കിയതല്ലേ, പിന്നെ നീ എന്താ അത് ചെങ്ങിൻ്റെ അടുത്ത് പറയാത്തേന്ന്. ആ സമയം ശീശുവങ്ങിൻ്റെ അടുത്ത് വാങ്ങ പറയുന്നുണ്ട്, ഓ നിനക്ക് ഭയങ്കര ബുദ്ധിയാണല്ലോ, എന്തായാലും നീ അത്ര എളുപ്പത്തിൽ കണ്ടുപിടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൻ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് യുയി ആണെങ്കിൽ ഇപ്പോൾ ശീശുവങ്ങിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നതാണ്. അവിടെ ഇപ്പോൾ ശീശുവങ്ങിൻ്റെ അമ്മ ഇങ്ങനെ പുറത്ത് കസേര ഇരിക്കുമായിരുന്നു. യുയിനെ കാണുമ്പോൾ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല, കാരണം അവളാണെങ്കിൽ ശീശുവങ്ങിനെ ഇട്ടിട്ട് പോയതാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ യുയി ആണെങ്കിൽ, നിങ്ങൾക്ക് വയ്യെന്ന് ഞാൻ കേട്ടു, അതുകൊണ്ടാണ് കാണാൻ വന്നത്, നേരത്തെ വരണമെന്ന് വിചാരിച്ചതാ, പക്ഷേ തിരക്കായിപ്പോയി. പിന്നെ ഞാനും ശീശുവങ്ങും തമ്മിൽ മുമ്പുണ്ടായത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു, അതെല്ലാം ഇപ്പോൾ ശരിയായി തുടങ്ങുന്നുണ്ട്, ഞാനും അവനും ഇപ്പോഴും സംസാരിക്കാറൊക്കെ ഉണ്ട്, പക്ഷേ എന്തോ നമ്മളിതുവരെയായിട്ട് വീണ്ടും ഡേറ്റ് ചെയ്ത് തുടങ്ങിയില്ല. എനിക്കാണെങ്കിൽ അവൻ്റെ അടുത്ത് അങ്ങോട്ട് ചെന്ന് സംസാരിക്കാനായിട്ട് ചെറിയൊരു മടിയുണ്ട്, അതുകൊണ്ട് അവനെ എൻ്റെ അടുത്തേക്ക് വിടാനായിട്ട് അമ്മയൊന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാവോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് ഭയങ്കര സ്നേഹം കാണിക്കുന്നുണ്ട്. പക്ഷേ അമ്മയ്ക്ക് ആ താല്പര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ അവരങ്ങനെ മറുപടിയൊന്നും കൊടുക്കുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ചെങ്ങുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. നൈറ്റാണെങ്കിൽ ഒരു ക്ലബ്ബിൽ പാർട്ടി ഉണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ ചെങ്ങും വാങ്ങും അവൻ്റെ ചേട്ടനും വന്നിട്ടുണ്ട്. ജിയാങ്ങൊക്കെ എപ്പോൾ വരുമെന്ന് ചെങ്ങിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വാങ് ചെങ്ങുവിന് ബർത്ത്ഡേ വിഷ് ചെയ്തിട്ട് ചെങ്ങിനോട് പറയുന്നുണ്ട്, നമ്മൾ ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 10 വർഷമായിന്ന്. ആ സമയം ചെങ്ങുവാണെങ്കിൽ, അതെങ്ങനെ 10 വർഷം ആവാനാ, നിങ്ങൾ തമ്മിൽ വീണ്ടും കുറേ ഗ്യാപ്പ് വന്നില്ലേ, അപ്പോൾ പിന്നെ 10 വർഷമായിട്ട് കൂട്ടാൻ പറ്റില്ലല്ലോ എന്ന്. ആ സമയം വാങ്ങാണെങ്കിൽ, പക്ഷേ എൻ്റെ കൺമുമ്പിൽ അങ്ങനെ ഗ്യാപ്പൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചായിരുന്നു, ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് ഒരു അടിപൊളി പാട്ടിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പോയി പാട്ടൊക്കെ ഇടുന്നുണ്ട്. അതേസമയം വാങ്ങിൻ്റെ ചേട്ടൻ ആർക്കോ ഫോണിൽ മെസ്സേജൊക്കെ അയച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ വാങ് ഒരു പാട്ടിട്ടിട്ട് മൈക്കും എടുത്തുകൊണ്ടെന്ന് അവൻ തന്നെ പാടുവാണ്. ചെങ്ങിൻ്റെ അടുത്ത് നിന്ന് അവനെ സ്നേഹിച്ചാണ് പാടുന്നത്. എന്നാൽ ചെങ്ങിന് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അവൻ എഴുന്നേറ്റ് വേറെ സോഫയിൽ പോയിരിക്കുകയാണ്. അത് കാണുമ്പോഴത്തേക്കും വാങ്ങിന് സങ്കടമാവുന്നുണ്ട്. എന്നാൽ വാങ് വീണ്ടും അങ്ങോട്ടേക്ക് അവൻ്റെ അടുത്തേക്ക് ചെന്ന് പാടാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ചെങ്ങിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. വാങ്ങാണെങ്കിൽ ഉടനെ തന്നെ അഭിനയമാണെന്നൊന്നും അറിയത്തില്ല, ഒരു കരച്ചിലങ്ങ് തുടങ്ങുകയാണ്. ഇവൻ്റെ കരച്ചിലാകുമ്പോഴത്തേക്കും എന്ത് ചെയ്യണമെന്ന് ബാക്കിയുള്ളവർക്ക് അറിയത്തില്ല. ആ സമയം പെട്ടെന്ന് ഇവൻ്റെ ചേട്ടനാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഇവൻ്റെ മുഖത്തോട് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ സമയമാണ് കറക്റ്റ് അങ്ങോട്ടേക്ക് ശീശുവങ്ങും ജിയാങ്ങും കയറി വന്നത്. അതേസമയം വെള്ളം ഒഴിക്കുന്ന സമയത്ത് അവൻ്റെ ചേട്ടനാണെങ്കിൽ അവൻ്റെ ഫോണ് ടേബിളിൽ വെച്ചായിരുന്നു. ഇത്ര നേരം മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത് ശീശുവങ്ങിനായിരുന്നു, എപ്പോൾ വരും എന്നൊക്കെ ചോദിച്ചിട്ട്. ആ ഒരു മെസ്സേജ് ഇപ്പോൾ ചെങ്ങ് കാണുന്നതും അല്ലെങ്കിൽ ഇവർ തമ്മിൽ സംസാരിക്കുന്നതിൽ ജലസായിട്ടിരിക്കുന്ന ചെങ്ങ് വേറെ ഒന്നും നോക്കുന്നില്ല. ഒട്ടനെ തന്നെ വാങ്ങിൻ്റെ ചേട്ടൻ്റെ അടുത്ത് അടിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. വാങ്ങിൻ്റെ ചേട്ടൻ തിരിച്ചടിക്കുമെന്നാകുമ്പോഴത്തേക്കും പെട്ടെന്ന് ചെങ്ങിയും ഒരു ബോട്ടിലെടുത്ത് വാങ്ങിൻ്റെ ചേട്ടൻ്റെ തലയിൽ കൂടെ കടിച്ചിട്ട് രണ്ടും കൂടെ ആയിട്ട് ആളെ അങ്ങ് ശരിയാക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ വാങ് അത് അവൻ്റെ ചേട്ടനാണെന്ന് പോലും ആലോചിക്കുന്നില്ല, ഇരുന്നങ്ങ് ചിരിക്കുകയാണ്. ആ സമയം ശീശുവങ്ങ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അപ്പോൾ അവന് ദേഷ്യപ്പെടാനും അറിയാം, ഇങ്ങനെ അടിയുണ്ടാക്കാനും അറിയാം, പക്ഷേ എനിക്ക്
തനിക്ക് വേണ്ടിയിട്ട് അടി ഉണ്ടാക്കത്തില്ലെന്ന് അവനങ്ങനെ ഉദ്ദേശിക്കാൻ കാരണം കറക്റ്റ് അവൻ്റെ ചേട്ടൻ വാങ്ങിൻ്റെ മുഖത്ത് വെള്ളം ഒഴിക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ ഷീഷോങ് കയറി വന്നത്. അതുകൊണ്ട് തന്നെ ഷീഷോങ് വിചാരിക്കുന്നത് വാങ്ങിൻ്റെ മുഖത്ത് അവൻ്റെ ചേട്ടൻ വെള്ളം ഒഴിച്ചത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണ് ഷീഷോങ് ആണെങ്കിൽ വാങ്ങിന് വേണ്ടിയിട്ട് അവൻ്റെ ചേട്ടനെ എടുത്തിട്ട് അടിക്കുന്നതെന്നാണ്. എന്നാൽ ശരിക്കുള്ള സംഭവം ഈ ഒരു ജലസി കാരണമാണെന്ന് അവൻ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവന് ദേഷ്യം വരുന്നുണ്ട്. കാരണം ചെങ്ങ് തനിക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊന്നും ചെയ്യത്തില്ല, എന്നാൽ വാങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. അതേസമയം ഇത് കണ്ടുകൊണ്ടിരുന്നിട്ട് ജിയാങ് ആണെങ്കിൽ ചെങ്ങുവിനെ വിളിച്ചിട്ട് ചെങ്ങു നീ എന്താ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് പെട്ടെന്ന് ഫൈറ്റ് സ്റ്റോപ്പ് ആവുന്നുണ്ട്. ചെങ്ങാണെങ്കിൽ ഷീഷോങ്ങിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഷീഷോങ് ഒരുമാതിരി നിൽക്കുന്നതും കാണുന്നുണ്ട്. പ്രശ്നമായി എന്ന് ചെങ്ങിന് മനസ്സിലാവുന്നുണ്ട്. ഷീഷോങ് അപ്പോൾ ഒന്നും പറയാൻ നിൽക്കുന്നില്ല, അങ്ങ് ഇറങ്ങി പോവുകയാണ്. ചെങ്ങ് പുറകെ പോകാൻ നിൽക്കുന്നുണ്ട്. എന്നാൽ വാങ്ങിൻ്റെ ചേട്ടനാണെങ്കിൽ ചെങ്ങിനെ തിരിച്ചടിക്കാനായിട്ട് തുടങ്ങാണ്. ആ സമയത്ത് തന്നെ ജിയാങ് ആണെങ്കിൽ ഷീഷോങ്ങിൻ്റെ പുറകെ പോയിട്ട് നീ അതൊക്കെ വിട്ടുകളാ, അവർ ഡ്രിങ്ക് ചെയ്തിട്ട് എന്തോ അടി ഉണ്ടാക്കിയതാണ്, മൈൻഡ് ആക്കണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഷീഷോങ് ആണെങ്കിൽ അത് ഡ്രിങ്ക് ചെയ്തിട്ടുള്ളതൊന്നുമല്ല, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവനവിടെ നടന്നു പോവാണ്. വീണ്ടും ഫൈറ്റ് കണ്ടിന്യൂ ആവുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന ഷീഷോങ് വീട്ടിലേക്ക് വരുന്നതാണ്. വന്നിട്ട് അവനാണെങ്കിൽ ഒന്ന് വാങ്ങിൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് കുറേ വീഡിയോസ് കോപ്പി എടുത്ത് അവൻ്റെ കമ്പ്യൂട്ടറിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. അതിലവൻ കാണാത്ത വേറൊരു വീഡിയോയും ഉണ്ടായിരുന്നു, ഒരു അവസാനം കിടന്നൊരു വീഡിയോ. അതിപ്പോൾ അവൻ പ്ലേ ചെയ്യുകയാണ്. അതിലെന്ന് പറയുമ്പോഴത്തേക്കും ചെങ്ങും വാങ് കൂടെ ആയിട്ട് ഒരുമിച്ച് ഡ്രിങ്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവരാണെങ്കിൽ ഇങ്ങനെ സ്റ്റോൺ പേപ്പർ സീസർ കളിക്കുന്ന പോലെ എന്തോ ഒരു ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്. ഇതിൽ തോക്കുന്നതനുസരിച്ച് ചെങ്ങിന് കിസ് എന്തോ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചെങ്ങുവാണെങ്കിൽ എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ ടയേർഡായി എന്ന് പറഞ്ഞിട്ട് അവൻ അവൻ്റെ റൂമിലേക്ക് പോവാണ്. ചെങ്ങും നല്ല ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചെങ്ങും വാങ്ങും റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. വാങ്ങിനൊരു സ്വഭാവമുണ്ട് ഇതെല്ലാം തന്നെ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ ഇത്രയും വീഡിയോസ് ഉള്ളത്. വാങ് ചെങ്ങിനെ ബെഡിലേക്ക് കൊണ്ട് കിടത്തിയിട്ട് ആ ഒരു ക്യാമറ ഓണാക്കി സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വാങ്ങാണെങ്കിൽ നീയാണെങ്കിൽ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് ചെങ്ങ് ഡ്രിങ്ക് ചെയ്തതുകൊണ്ട് തന്നെ അതിന് മറുപടി കൊടുക്കുന്നതിന് പകരം ചെങ്ങുവിൻ്റെ പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ഇങ്ങനെ ക്ലോസ് ആയിട്ടുള്ളത് വാങ്ങിന് തീരെ ഇഷ്ടമല്ല. ഇപ്പോൾ ഡ്രിങ്ക് ചെയ്തിട്ട് ചെങ്ങുവിൻ്റെ പേര് തന്നെ ഇവൻ പറയുന്ന കേൾക്കുമ്പോഴത്തേക്കും വാങ്ങിന് വല്ലാണ്ട് ദേഷ്യമാവാണ്. അങ്ങനെ വാങ് ഒരു പണി ഒപ്പിക്കാമെന്ന് കരുതിയിട്ട് അവൻ്റെ ക്യാമറയും കൊണ്ട് നേരെ ചെങ്ങുവിൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. നോക്കുമ്പോഴത്തേക്കും ചെങ്ങു ഓൾറെഡി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ചെങ്ങു അവൻ്റെ ഷർട്ടൊക്കെ റിമൂവ് ചെയ്തിട്ടായിരുന്നു കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. വാങ് കൊണ്ടുപോയിട്ട് ആ ക്യാമറ സൈഡിൽ സെറ്റ് ചെയ്തിട്ട് അവൻ്റെ ഡ്രസ്സും എല്ലാം റിമൂവ് ചെയ്യുകയാണ്. എന്നിട്ട് ബ്ലാങ്കറ്റ് മൂടിയിട്ട് അവർ രണ്ടുപേരും ഇൻറ്റിമേറ്റ് ആയിട്ട് കിടക്കുവാണ് എന്നൊരു രീതിയിൽ എല്ലാം സെറ്റ് ചെയ്തിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഷീഷോങ്ങിനാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാവുന്നില്ല. അവർ ചിലപ്പോൾ ഇൻറ്റിമേറ്റ് ആവുമെന്ന് അവൻ വിചാരിക്കുന്നുണ്ട്. എന്നാൽ ഒരു വീഡിയോയുടെ എൻഡിങ് കാണുമ്പോഴത്തേക്കും അവരൊന്നും സംഭവിച്ചിട്ടില്ല. ഏറ്റവും അവസാനമാകുമ്പോഴത്തേക്കും ചെങ്ങ റൂമിലേക്ക് കയറി വരുന്നതും ഇവർ രണ്ടുപേരും ഇങ്ങനെ ഇൻറ്റിമേറ്റായി കിടക്കുന്ന പോലെ കാണുന്നതും ഷീഷോങ് ആ ഒരു വീഡിയോ കൂടെ കാണുന്നുണ്ട്. അങ്ങനെ ഷീഷോങ്ങിന് മനസ്സിലാവുന്നുണ്ട് ഇതെല്ലാം തന്നെ വാങ്ങി കാണിച്ചൊരു നാടകം മാത്രമാണ്, ശരിക്കും ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല, ഒരു കാര്യവും സംഭവിച്ചിട്ടില്ല എന്ന്. അതേസമയം ചെങ്ങിനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ ഇപ്പോൾ കാർ ഓടിച്ച് വീട്ടിലേക്ക് വരുമായിരുന്നു. ഷീഷോങ്ങിന് അവൻ നോൺ സ്റ്റോപ്പ് കോൾ ചെയ്യുന്നുണ്ട്, എന്നാൽ കോൾ എടുക്കുന്നില്ല. പിറ്റേ ദിവസം രാവിലെ ആണെങ്കിൽ നേരെ ഷീഷോങ്ങിൻ്റെ വീട്ടിലേക്കും ചെങ്ങ് പോകുന്നുണ്ട്. കാരണം ഷീഷോങ് എവിടെയാണെന്ന് ഇവൻ അറിയത്തില്ല. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഷീഷോങ്ങിൻ്റെ അമ്മ പറയുന്നുണ്ട് ഇല്ല അവൻ ഇങ്ങോട്ടേക്ക് വന്നില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. ആ സമയം ചെങ്ങ് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് അമ്മ ഇപ്പോൾ ഓക്കെ ആണോ, എന്തെങ്കിലും വയ്യായി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മയാണെങ്കിൽ ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ അവർ ഒരുമാതിരി ഇരിക്കുന്ന കാണുമ്പോൾ ചെങ്ങ് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അമ്മ പറയുന്നുണ്ട് അത് പിന്നെ ഷീഷോങ്ങിന് 3 വർഷമായിട്ട് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്ന കാര്യം ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ, ആ ഒരു പെൺകുട്ടി 2 ദിവസം മുമ്പ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവർ തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ട്, പക്ഷേ അവർ സെറ്റായിട്ടില്ല, സെറ്റാകാനായിട്ട് ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വന്നായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതേസമയം ചെങ്ങിൻ്റെ കൈയാണെങ്കിൽ വാങ്ങിൻ്റെ ചേട്ടനുമായിട്ട് അടിയുണ്ടാക്കിയപ്പോൾ മുറിഞ്ഞത് ഇപ്പോൾ അമ്മ കാണുന്നുണ്ട്. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവനൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവളെ ഹെൽപ്പ് ചെയ്യാത്തതിൻ്റെ അവർ തമ്മിൽ സെറ്റാവാനായിട്ട് അമ്മ കൂടെ നിൽക്കുന്നില്ലേ എന്നവൻ ചോദിക്കുകയാണ്. ആ സമയം അമ്മ പറയുന്നുണ്ട് അവനാണെങ്കിൽ നല്ലൊരു വൈഫിനെ കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം, അത്ര എളുപ്പത്തിലൊന്നും നല്ലൊരു വൈഫിനെ കിട്ടത്തില്ലല്ലോ. പിന്നെ ആണെങ്കിൽ അവനെ ഇട്ടിട്ട് പോയത് അവൻ പാവപ്പെട്ടവനാണെന്ന് പറഞ്ഞിട്ട് അവനെ കളിയാക്കിയിട്ടായിരുന്നു. എന്നിട്ട് അവനിപ്പോൾ നല്ലൊരു ജോലി കിട്ടിയപ്പോൾ അവൾ തിരിച്ചു കയറി വന്നതാണെന്ന് പറയുന്നുണ്ട്. ആ സമയമാണ് അവനാണെങ്കിൽ എന്നുള്ളൊരു പേര് കേൾക്കുമ്പോഴത്തേക്കും അവൻ ചോദിക്കുന്നുണ്ട് അത് ഷീഷോങ്ങിൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ നിക് നെയിം വല്ലതും ആണോ എന്ന്. ആ സമയം അമ്മ ഇല്ലല്ല നിക് നെയിം അല്ല, അവൾ റിയൽ നെയിം ആണെന്ന് പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ചെങ്ങിന് മൊത്തത്തിൽ എന്തോ ഡൗട്ട് വരുന്നുണ്ട്. അതിനുശേഷം ചെങ്ങ് നേരെ ജിയാങ്ങിൻ്റെ ക്ലിനിക്കിലേക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടെയും ഷീഷോങ് ഉണ്ടായിരുന്നില്ല. എന്നാൽ അവൻ അങ്ങോട്ടേക്കിനെ വരുമെന്ന് കരുതിയിട്ട് ചെങ്ങാണെങ്കിൽ അവിടെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സ്മോക്കൊക്കെ ചെയ്യുന്നുണ്ട്. അവൻ്റെ മനസ്സിൽ ആ ഒരു എന്നുള്ള പേര് കേട്ടുകൊണ്ട് തന്നെ താൻ ഡേറ്റ് ചെയ്ത ആണോ ഇനി എങ്ങാനും ഷീഷോങ്ങിൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നത് എന്നിങ്ങനെ അവൻ വിചാരിക്കുന്നുണ്ട്. എന്നാൽ അവൻ സ്വയം പറയുന്നുണ്ട് ഇല്ലല്ല അങ്ങനെയൊന്നും വരാൻ ചാൻസ് ഇല്ല, ഒരുപക്ഷെ അവർക്ക് ഒരേ പേരുള്ളതായിരിക്കും എന്നൊക്കെ. ആ സമയം തന്നെ ടേബിളിൽ കുറേ ഫോട്ടോസ് ഇരിക്കുന്നവൻ കാണുന്നുണ്ട്. ഓരോന്നോരോന്നിട്ട് അവനെ എടുത്ത് നോക്കുമ്പോൾ അവനാണെങ്കിൽ ഒരു ബുക്ക് തന്നെ കിട്ടുന്നുണ്ട്. മൊത്തത്തിൽ ഓപ്പണാക്കി നോക്കുമ്പോഴത്തേക്കും സകല ഫോട്ടോസും ചെങ്ങിനെ വളയ്ക്കാനായിട്ട് ഷീഷോങ് എഴുതി വെച്ച പ്ലാനും എല്ലാം തന്നെ കാണുന്നുണ്ട്. മൊത്തം കാണുന്നതോടെ കാര്യം മൊത്തം അവന് മനസ്സിലാവുന്നുണ്ട്. ആൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇതേ സമയം ഷീഷോങ്ങിനെ കാണിക്കുമ്പോൾ അവൻ പുറത്ത് എവിടെയോ ഒരു കടയുടെ ഫ്രണ്ടിൽ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയം ജിയാങ് അവനെ കോൾ ചെയ്തിട്ട് ഇതുപോലെ ചെങ്ങിങ്ങോട്ടേക്ക് വന്നു, അവനെല്ലാം കണ്ടു, എല്ലാം തീരുമാനമായി എന്ന് പറയുന്നുണ്ട്. ആ സമയം ഷീഷോങ്ങിന് റിയാക്ഷനൊന്നുമില്ല. ഷീഷോങ് ഓക്കെ എന്ന് പറയും കോൾ കെട്ടിയാണ്. അവൻ സ്വയം വിചാരിക്കുന്നുണ്ട് എല്ലാം അവസാനിക്കുന്നത് നല്ലതിന് വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെ അതും വിചാരിച്ചുകൊണ്ട് നേരെ ചെങ്ങിൻ്റെ അടുത്തേക്ക് പോവാണ്. ചെല്ലുമ്പോൾ ചെങ്ങ് ഓൾറെഡി ആ ഒരു ഫോട്ടോസ് എല്ലാം അവിടെ താഴെ ഇട്ടിട്ട് അവിടെ ഒരു കസേര ഇരിക്കുമായിരുന്നു.
ശീശോനെ കാണുമ്പോൾ ചെങ്ങാണെങ്കിൽ കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ശീശോങ് അപ്പോൾ എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ, നീ ഓൾറെഡി എല്ലാം കണ്ടതല്ലേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ചെങ്ങ് ഇതെല്ലാം വിട്ടുകളയാൻ ഞാൻ തയ്യാറാണ്, നീയാണെങ്കിൽ പക്ഷെ ഒരു കാര്യം മാത്രം എന്നോട് തുറന്നു പറഞ്ഞാൽ മതി. നീ ഇത്രയും അഭിനയിച്ചതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും നീ എന്നെ സിൻസിയറായിട്ട് സ്നേഹിച്ചിട്ടുണ്ടോ? നീ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇതെല്ലാം വിട്ടുകളയും. ഒരിക്കൽ പോലും ഇതിനെക്കുറിച്ച് ഞാൻ ഇനി ആലോചിക്കാൻ വരത്തില്ല. നമ്മൾ ഒരുമിച്ച് വീണ്ടും പഴയതുപോലെ തന്നെ മുന്നോട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ശീശോങ്ങാണെങ്കിൽ ഇല്ല, ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടില്ല, അത് ഒരു നാടകമായിരുന്നു റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ നിന്നെ മുതലാക്കി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള പയ്യനാണ്, എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ചെങ്ങിനാണെങ്കിൽ നല്ല സങ്കടവും ദേഷ്യവും വരുന്നുണ്ട്. ചെങ്ങ് പറയുന്നുണ്ട് ഓക്കെ ഞാൻ തോൽവി സമ്മതിച്ചു, ഇതിലെന്തായാലും നീ തന്നെ ജയിച്ചു. നീയാണെങ്കിൽ ഈ കാണിച്ച പരിപാടി കാരണം ഞാനങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് എനിക്ക് തന്നെ തോന്നിപ്പോകുന്നു എന്ന് പറയുന്നുണ്ട്. ഈശോ അത് കേട്ടിട്ട് നീ എന്തൊക്കെയാണ് പറയുന്നത്? അതുപോലെ തന്നെ നീ എപ്പോഴെങ്കിലും എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? എൻ്റെ കാര്യത്തിൽ നീ എപ്പോഴും ജലസായിട്ടുണ്ടോ? ഇല്ലല്ലോ, നീ ജസ്റ്റ് എന്നെ കൂടെ കൊണ്ട് നടന്നതല്ലേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ചെങ്ങാണെങ്കിൽ അതെ ഞാൻ നിന്നെ കൂടെ കൊണ്ട് നടന്നതാ, ഞാൻ നിന്നെ ഒരിക്കൽ പോലും സ്നേഹിച്ചിട്ടില്ല, നമുക്കിനി നേരിട്ട് കാണണ്ട, ഇതോടെ എല്ലാം അവസാനിപ്പിക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ശീശുവിന് സങ്കടം വന്നുകൊണ്ട് തന്നെ അവൻ കരയുന്നത് ചെങ്ങ് കാണാതിരിക്കാനായിരിക്കും. ശീശു അങ്ങ് മാറി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ശീശു അങ്ങ് കുറച്ചു മുന്നേ കണ്ട ആ ഒരു വാങ് ചെങ്ങിയുമായിട്ട് ഇൻറ്റിമേറ്റ് ആയിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ആ ഒരു വീഡിയോ ചെങ്ങിന് അയച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് ഇത് കണ്ടുപിടിച്ചു, വാങ്ങും ചെങ്ങിയും തമ്മിലൊന്നും നടന്നിട്ടില്ല, നിനക്ക് വേണമെങ്കിൽ വീണ്ടും വാങ്ങുമായിട്ട് സെറ്റ് ആവാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ചെങ്ങാണെങ്കിൽ ഓ നീ എനിക്ക് വേണ്ടി ഇത്രയും ചെയ്തല്ലോ, താങ്ക് യു സോ മച്ച്, എന്തായാലും ഇത് നമ്മുടെ അവസാനമാണ്, എനിക്കിനി തിരിച്ച് അവൻ്റെ അടുത്തേക്ക് തന്നെ പോകാൻ പറ്റും എന്നിങ്ങനെ പറഞ്ഞിട്ട് ചെങ്ങ അവിടെ നിന്ന് പോകുന്നുണ്ട്. ശീശു അങ്ങ് ഒരു കരച്ചിലങ്ങ് തുടങ്ങുന്നുണ്ട്. ശേഷം ചെങ്ങിനെ കാണിക്കുവാണെങ്കിൽ അവനിപ്പോൾ ദേഷ്യത്തിൽ തന്നെ കാർ ഓടിച്ച് പോവുകയാണ്. സ്മോക്ക് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്, എന്നാൽ ലൈറ്റർ കത്തിച്ചിട്ട് അങ്ങോട്ടേക്ക് ശരിയാവുന്നില്ല. നൈറ്റ് ആകുമ്പോഴത്തേക്കും ചെങ്ങാണെങ്കിൽ നേരെ വരുന്നത് വാങ്ങിൻ്റെ വീട്ടിലേക്കാണ്. വാങ് അവിടെ സോഫയിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. ചെങ്ങാണെങ്കിൽ പതുക്കെ വാങ്ങിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവൻ്റെ കൈ പിടിക്കുന്നതും വാങ് കൊണ്ട് ഉറക്കം എഴുന്നേൽക്കുന്നുണ്ട്. ചെങ്ങിനെ കാണുന്നതും നീ എന്താ ഇവിടെ എന്നിങ്ങനെ ഹാപ്പി ആയിട്ട് ചോദിക്കുന്നുണ്ട്. ചെങ്ങാ സമയം ഞാൻ ആ വീഡിയോ കണ്ടു എന്ന് പറയുമ്പോഴത്തേക്കും വാങ്ങിനാണെങ്കിൽ അവനാണെങ്കിൽ എന്നെ കളത്തരം മനസ്സിലാക്കി, ഞാൻ അവനെ പറ്റിച്ചതാണെന്ന് മനസ്സിലാക്കി, അങ്ങനെ ഒരു റിയാക്ഷനും ഇല്ല. അവനാണെങ്കിൽ ഹാപ്പി ആയിട്ട് അപ്പം നീ തിരിച്ച് എൻ്റെ അടുത്തേക്ക് വന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ്റെ കയ്യും പിടിച്ചിരുന്ന് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതേസമയം തന്നെ ചെങ്ങ് വന്നപ്പോൾ ചെങ്ങിൻ്റെ പാമ്പിനെയും കൂടെ കൊണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിനെ നോക്കിയിട്ട് ഇപ്പോൾ വാങ് പറയുന്നുണ്ട് ഞാൻ ആദ്യമായിട്ട് ഈ പാമ്പിനെ നിനക്ക് തന്ന സമയത്ത് അതിൻ്റെ ദേഹത്തായിട്ട് ഒരു ചിഹ്നം ഉണ്ടായിരുന്നു, അതിനൊക്കെ ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചെങ്ങ സമയം പറയുന്നുണ്ട് നീ എപ്പോഴും ഈ ഒരു ഇതിൽ വേണം ഇരിക്കാനായിട്ട്, അല്ലാണ്ട് വേറെ ദേഷ്യത്തിൽ മുൻപേ കാണിച്ച പരിപാടി നീ കാണിച്ചേക്കരുതെന്ന്. ആ സമയം വാങ്ങാണെങ്കിൽ അത് പിന്നെ അന്ന് എനിക്ക് നല്ല ദേഷ്യം വന്നു, അതുകൊണ്ടാണ് ഞാൻ ചെങ്ങും തമ്മിൽ അങ്ങനെയൊക്കെ നടന്ന പോലെ ഞാൻ എല്ലാം ക്രിയേറ്റ് ചെയ്തത്, ഇനി അങ്ങനെ ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ചെങ്ങാണെങ്കിൽ വാങ്ങിനെ തന്നെ നോക്കിയിരുന്നിട്ട് അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഇനി ഒട്ടും ഇഷ്ടമല്ല, അത് പറയാൻ കൂടെ ആയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ജലസ് ഒന്നും തോന്നിയില്ല, എനിക്കപ്പം മനസ്സിലായി എനിക്ക് ഇതിൻ്റെ അടുത്തുള്ള ലവ് ആണെങ്കിൽ മൊത്തത്തിൽ തീർന്നു എന്ന്. ശീശോങ് കാരണമാണ് എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയത് തന്നെ. പിന്നെ എന്തുകൊണ്ടാണ് എങ്ങനെയും നിന്നെയും കുറിച്ച് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ലാത്തത് എന്ന് നിനക്കറിയോ? കാരണം നീയാണെങ്കിൽ അവനുമായിട്ട് ഇൻറ്റിമേറ്റ് ആയതല്ലായിരുന്നു എൻ്റെ പ്രശ്നം. ഒന്നും പറയാതെ നീ എന്നെ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇട്ടിട്ട് പോയി. 7 വർഷം കൊണ്ട് ഇട്ടിട്ട് പോയത്. 6 വർഷത്തോളം ഞാൻ നിനക്ക് വേണ്ടി കാത്തിരുന്നു, അതിനുശേഷമായിരുന്നു ശീശു അങ്ങൻ്റെ ലൈഫിലേക്ക് വന്നത്. അത്രയും കാലം എൻ്റെ മനസ്സ് നിനക്കുള്ളതായിരുന്നു, എന്നാൽ അതിപ്പോൾ ശീശി അങ്ങനെയുള്ളതാണ്, അതിനൊരിക്കലും നിനക്ക് തിരിച്ച് കിട്ടത്തുമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു പാമ്പിനെയും ഇവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ചെങ്ങാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഉടനെ തന്നെ വാങ്ങും കരയാനായിട്ട് തുടങ്ങാണ്. അടുത്ത് കാണിക്കുന്നത് ശീശോങ്ങാണെങ്കിൽ വീട്ടിൽ ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആ സമയം അവൻ്റെ ഒരു കോൾ വന്നിട്ട് നിങ്ങൾ ഇന്ന ആളുടെ മകനല്ലേ, അവരാണെങ്കിൽ വീട്ടിൽ വെച്ചൊന്ന് തല ഇറങ്ങി വീണു, നെയ്ബേഴ്സാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്, നിങ്ങളുടെ അമ്മ കുറച്ച് സീരിയസ് ആണ്, ഒന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പറയുന്നുണ്ട്. ശീശോങ്ങാനെ തന്നെ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങുന്നതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻ്റെ ആവുന്നുണ്ട്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.